പുതുതലമുറയോട്. പ്രണയമെന്ന വാക്കിനർത്ഥം പ്രകർഷേണ നയം എന്നാണ്. അതായത് പ്രത്യേകമായ നയം, ഒരാളോട് ഒരു വസ്തുവിനോട് തോന്നുന്ന ഇഷ്ടമാണ് പ്രണയം എന്നർത്ഥമാക്കുന്നത്. പക്ഷേ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമായ കൗമാരക്കാലം കുൽസിതമായ മാരഭാവം പ്രകാശിക്കുന്ന സമയമാണിത്. പക്വതയില്ലാത്ത പ്രണയമാണ് കൗമാരപ്രണയം. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ പ്രണയം ഭാവം കൗമാരക്കാലത്തിൻ്റേതല്ല. അതിലൊരിക്കലും പ്രണയവുമില്ല, പക്വതയുമില്ല. എന്നാൽ എല്ലാ പ്രായക്കാരിലും ഈ പക്വതയില്ലായ്മ ഇന്ന് കാണുന്നുണ്ടെന്നത് വാസ്തവവുമാണ്. ഈ പ്രത്യേകമായ നയം ഒരാളിൽ കൗമാരക്കാലത്തുണ്ടായാൽ അയാളുടെ ശക്തി, ഊർജം, സമയം, കഴിവുകളെല്ലാം യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അവിടെ മറ്റൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്വയം ജീവിതത്തെ മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മുഴുവൻ ശ്രദ്ധയും ആ ഒരാളിൽ നിക്ഷേപിക്കുകയാണ്. അതായത് ആ ഒരാളിലേക്ക് ചുരുങ്ങിപ്പോകുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ പഠനത്തിലുള്ള ശ്രദ്ധ, ബുദ്ധികൂർമ്മതയ്ക്ക് കുറവ് സംഭവിക്കുന്നു. മറ്റൊന്നിലും താല്പര്യമില്ലാതെ ഈ ഒരു ചിന്തയിൽ മാത്രം മുഴുകുന്നു. അത്തരം പ്രണയം കൊണ്ട് ആ വ്യക്തിക്ക് തളർച്ചയല്ലാതെ വളർച്ചയുണ്ടാകുന്നില്ല. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രണയം പക്വമാകണമെങ്കിൽ അത് പ്രകൃതിയുടെ സൗന്ദര്യത്തിനുതകും വിധം സൂക്ഷ്മതയുള്ളതാകണം, സൗഹാർദ്ദപരമാകണം. പ്രണയത്തിൻ്റെ ഉദാത്ത ഭാവം എന്ന് പറയുന്നത് സൗഹൃദമാണ്. ഇവിടെ വികാരമല്ല നമ്മെ നയിക്കുന്നത്, മറിച്ച് വിവേകമാണ്. സൗഹൃദത്തിന് അതിർവരമ്പുകളില്ല, അത് വിശാലമാണ്, മനോഹരവുമാണ്. എന്നാൽ പ്രണയം എന്നത് സ്വാർത്ഥതയാകരുത്. പ്രണയം നിസ്വാർത്ഥമാണ്. പ്രണയം എന്നത് തൻ്റെ കാൽച്ചുവട്ടിൽ ഒരാളെ തളച്ചിടുന്നതല്ല. പ്രണയം എന്നത് ലോകത്തെ തന്നിലേക്ക് അടുപ്പിക്കാൻ, ഒരാളെ പ്രാപ്തമാക്കാൻ സഹായിക്കുന്ന ഭാവമാണ്. ഇന്നത്തെ അതിരുവിട്ട കാട്ടിക്കൂട്ടലുകളാണോ പ്രണയം? തനിക്ക് കിട്ടാത്തവളെ അഗ്നിക്കിരയാക്കുന്നതാണോ പ്രണയം? കത്തികൊണ്ട് ശരീരം കുത്തി പിളർത്തുന്നതാണോ പ്രണയം? തനിക്ക് കിട്ടാത്ത ഒന്നിനു വേണ്ടി ആത്മഹത്യ ചെയ്യുന്നതാണോ പ്രണയം? അമ്മയെയും അച്ഛനെയും തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിടുന്നതാണോ പ്രണയം? സ്വന്തം ചാരിത്ര്യത്തെ, സ്വഭാവത്തെ വൈകൃതമാക്കുന്നതാണോ പ്രണയം? ഞാൻ പഴഞ്ചനല്ലെന്ന് കാണിക്കാൻ പരിഷ്കാരത്തിൻ്റെ മേലങ്കി അണിഞ്ഞ് സമൂഹമധ്യത്തിൽ അരുതുകൾ ചെയ്യുന്നതാണോ പ്രണയം? ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ പുതുതലമുറ. മനുഷ്യരുടെ പ്രണയത്തിൻ്റെ ഉദാത്ത ഭാവം നമുക്ക് കാണിച്ചു തരുന്നത് പാർവതീ പരമേശ്വരൻ ഭാവമാണ്. എന്തുകൊണ്ടാണ് അർദ്ധനാരീശ്വരം ഭാവം ഉദാത്ത പ്രണയത്തിൻ്റേതായി മാറുന്നത്? ഇവിടെ സ്വാർത്ഥതയുടെ ഒരു അണുകണം പോലും കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണത് പക്വമായ പ്രണയത്തിൻ്റേതായി മാറുന്നത്. ഇവിടെ നാം പാർവതി ദേവിയുടെ തപസ്സിനെ വിലയിരുത്തി നോക്കൂ. പരമേശ്വരനെ ഭർത്താവായി ലഭിക്കാൻ തപം ചെയ്യാൻ വേണ്ടി പോകുന്ന പാർവതി ദേവി തൻ്റെ അച്ഛനമ്മമാരുടെ അനുവാദവും സമ്മതവും അനുഗ്രഹവും വാങ്ങിയാണ് വീട് വിട്ടിറങ്ങുന്നത്. തപസ്സിലൂടെ, മനോനിയന്ത്രണത്തിലൂടെ മാത്രമേ പ്രണയം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന പക്വഭാവമാണ് പാർവതീദേവി നമ്മെ പഠിപ്പിക്കുന്ന പ്രണയഭാവം. ഇത് പരിപൂർണ സമർപ്പണത്തിൻ്റേതാണ്. ബാഹ്യ സൗന്ദര്യമല്ല, ആന്തരിക സൗന്ദര്യമാണ് പ്രണയത്തെ ഉദാത്തമായ ഭാവത്തിലെത്തിക്കുന്നത്. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുകയും അവനവൻ്റെ ആവശ്യങ്ങൾ കുറച്ചുകൊണ്ടുവന്ന് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കായി ജീവിക്കാൻ തയ്യാറാകുന്നതാണ് മാനുഷികമായ പ്രണയം. സ്വന്തം വ്യക്തിത്വത്തിലെ കാരുണ്യസ്പർശത്തിലെ സമർപ്പണ ഭാവമാണ് അമാനുഷിക പ്രണയം. മനസ്സാ വാച കർമ്മണ ചെയ്യുന്നതൊന്നും പ്രപഞ്ചത്തിലെ ഒരു ജീവജാലങ്ങൾക്കും ദോഷകരമായി ഭവിക്കാതെ ശ്രദ്ധയോടെ ജീവിക്കുന്നതാണത്. പ്രാണൻ പ്രാണനോടും ആത്മാവ് ആത്മാവിനോടും മനസ്സ് മനസ്സിനോടും സമർപ്പിക്കുന്ന സമർപ്പണ ഭാവമാണ് പരിശുദ്ധ പ്രണയഭാവം. അതിന് ഏറ്റവും നല്ല മാതൃകയാണ് അർദ്ധനാരീശ്വര ഭാവം. സമർപ്പിത ജീവിത മാതൃകകളായി എന്നും നമ്മുടെ മനസ്സിൽ ആ പ്രണയഭാവം സ്മരിക്കാൻ സാധിക്കട്ടെ. പാർവതി ദേവിയെ പ്രകൃതിയുടെ മാതാവായാണല്ലോ കാണുന്നത്. പ്രകൃതിയാണ് പ്രണയത്തിൻ്റെ മാതാവ്. ആ മാതാവിനെ പ്രണയത്താൽ വിവശയാക്കുക, ആ മാതൃസ്നേഹം തിരിച്ചറിയുക. പ്രകൃതി മാതാവിൻ്റെ മാറിലെ ചോര കുടിച്ച് സംതൃപ്തി നേടാൻ ശ്രമിക്കാതെ ആ പാലമൃതം നുകർന്ന് ആ മടിത്തട്ടിൽ സ്വയം സമർപ്പിക്കുക. അതുതന്നെയാണ് മോക്ഷമാർഗം.